ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. കുറച്ച് ചെടികളും അതിലിടാനുള്ള വളവും പണിക്കാരൊക്കെ ആയിട്ട് നമ്മൾ വയനാട്ടിലോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഹോം സ്റ്റേയുടെ ഈ എൻട്രൻസ് ഭാഗത്ത് ദേ ഈ കാണുന്ന ബോക്സിൽ നമുക്ക് ചെടികളൊക്കെ നടാനുണ്ട്. അതാണ് കേട്ടോ ഇന്നത്തെ വർക്ക്. പിന്നെ ഈ ഹോം സ്റ്റേന്റെ ചുറ്റുപാടും പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല വൈബ് പ്ലേസ് ആണ്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയതാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ മഴ കൂടിയും കുറഞ്ഞും അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഹോം സ്റ്റേന്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനിയും ഇങ്ങനെ ഒരുപാട് വർക്കുകളൊക്കെ തീരാനുണ്ട് കേട്ടോ. ഈ ഇറക്കുന്ന ഈ ചെറിയ ചെടിയാണ് സ്പൈഡർ ലില്ലി. നമുക്ക് ബോർഡറിലും അതേപോലെ ഗാർഡനിലൊക്കെ വെച്ച് കൊടുക്കാവുന്ന നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് കുറച്ചും കൂടി ഹൈറ്റ് ഒക്കെ വെക്കും. പിന്നെ ഒരു വൈറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാവുക. കൂട്ടത്തോടെ ആ ഫ്ലവറൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ചെടിയാണ് കലാത്തിയാലൂട്ടിയ. അത്യാവശ്യം ഹൈറ്റ് വെക്കുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇതിന്റെ ലീഫും നല്ല വലുപ്പം വെക്കും. നമുക്ക് ബോർഡറിൽ വെക്കാവുന്ന ഒരു ചെടി കൂടിയാണിത്. പിന്നെ ഈ ചെടികളൊക്കെ വേണമെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുക, വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെടികളൊക്കെ ഇറക്കിയതിന് ശേഷം വർക്കുകളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് നമ്മളിവിടെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വളർന്നു വരുമ്പോൾ ഒന്നും കൂടിയും നല്ല ഭംഗിയായിട്ട് ഈ ഏരിയ നമുക്ക് മാറ്റാൻ കഴിയും. കലാത്തിലോട്ടൊക്കെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഈ പാത്ത് വേ കാണാൻ നല്ലൊരു ഭംഗിയാവും. സ്പൈഡർ ലില്ലിയൊക്കെ ഇവിടെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ ഇതിലൊക്കെ നല്ല അടിപൊളി ഫ്ലവറൊക്കെ ഉണ്ടാവും. വൈറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാവുക. അങ്ങനെ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വർക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മഴ ഉള്ളതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യം ഇവിടെ വന്നില്ല. ഇന്ന് ഫുള്ള് നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഒരു സൈറ്റിൽ ഇതൊക്കെയായിരുന്നു വർക്ക്. ഇത് കഴിഞ്ഞ് നേരെ അടുത്ത ദിവസം നമുക്ക് കുറച്ച് പ്ലാന്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ടായിരുന്നു വേറൊരു സൈറ്റിൽ. അത്യാവശ്യം ചെറിയ ചെടികൾ മുതൽ വലിയ ചെടികൾ വരെ ഇവിടെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഒതുക്കി നിർത്താനുണ്ട്. ഒരുപാട് ചെറിയ ചെടികൾ മെയിനായിട്ട് നമുക്ക് ട്രോപ്പിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോന്നും എന്താണെന്നും അതിനെക്കുറിച്ചിട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ്, ഗാർഡനിങ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ വർക്ക്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.